ഹായ്. ഹലോ. നമ്മള് കുറേ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങി. കുറേ നാളുകളെന്ന് പറഞ്ഞാല് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മള് പുറത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഇപ്പൊ നമ്മളുള്ളത് ബുർജുമാൻ മോളിലാണ്. വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എന്താ പറയാ, ഇപ്പൊ എത്ര മണിയാടാ? ഇപ്പം 3 മണി. 3 1 മണി. 2 മണി. ഇപ്പൊ 2 മണിയായിട്ടുണ്ട്. ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിക്കണം. പിന്നെ മൂവി കാണാന്നാ വിചാരിക്കുന്നത്. ഇപ്പം ലഞ്ച് കഴിക്കാൻ പോകും. ലഞ്ച് കഴിക്കാൻ പോയിട്ട് വന്നിട്ട് മൂവി കാണും. നമ്മളിന്ന് ശരിക്കും മോർണിംഗ് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ വന്നതാണ്. ഇവിടെ നമുക്ക് ടൈറ്റൻ്റെ ഹെഡ് ഓഫീസിൽ ഒന്ന് പോകണമായിരുന്നു. അതിവിടെ മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. സോ അതെല്ലാം കഴിഞ്ഞ് ബാക്കി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം തിരിച്ചുപോയി. എൻ്റെ അല്ല, നിതിൻ്റെ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഒരുപാട് ടൈമുണ്ട്. അതാ വിചാരിച്ചത് എന്തെങ്കിലും ചെയ്യണമല്ലോ, അപ്പം മൂവി കാണാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെ. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് എങ്ങനെ പുറത്തിറങ്ങും? പുറത്ത് ഇവിടെ എല്ലാവർക്കും പറ്റുന്ന പോലെ തന്നെ, എല്ലാ പ്രാവശ്യവും പറ്റുന്ന പോലെ തന്നെ വീണ്ടും നമുക്ക് വഴി തെറ്റി. ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ. എടാ, എക്സ്പോ. ഇനി എക്സ്പോയിൽ പോയി നോക്കാം. നോക്കാം. ഇതാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ബുർജുമാൻ ആയതുകൊണ്ടും ഇവിടുത്തെ മെട്രോ സ്റ്റേഷന്റെ സ്റ്റൈൽ എപ്പോ വന്നാലും മാറിപ്പോവും. പക്ഷെ ഞാൻ പഠിച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് വീണ്ടും ഒരു 100 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും മാറിപ്പോവും. ഓക്കെ, ഫൈനലി നമ്മൾ വന്നിട്ടുണ്ട്. കേറാം. ഓക്കെ, കാണാം. പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്റെ കാർഡും കൊണ്ട് പോവാണോ? എനിക്ക് തടാ. നല്ല രസമുണ്ട് വെയിൽ കൊണ്ടിട്ട്. ഇവിടെ വെയിൽ ഇഷ്ടമുള്ള ഒരേ ഒരാള് ഞാൻ മാത്രമായിരിക്കും. ഇവൾക്ക് ഈ വെയിൽ കൊണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവളുടെ ഹോർമോണുകളെല്ലാം പണി മുടക്കും. വെയിലത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, മുഖമൊക്കെ തിളങ്ങുന്നു. അപ്പൊ നമ്മള് നടന്ന് എത്തിയിട്ടുണ്ട്. കീർത്തിയിലാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്നത് കൂടുതലും. ഫുഡ് കഴിച്ചു. എന്താ പറയൂ, ഒന്നും പറയാനില്ല. എന്താ കഴിക്കുന്നേ? കോപ്പിക്കോ. അപ്പം ഏത് മൂവിയാണ് പോകുന്നത്? ഇപ്പൊ ഏത് മൂവി ആയിരിക്കും കാണുന്നത്? വാഴ. അറിയാലോ. പറ. നമുക്ക് വ്ലോഗ് ചെയ്യാൻ അറിയത്തില്ല. അതിപ്പോ നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താ വാഴ കണ്ടു കഴിഞ്ഞാൽ കരയുവോ? കരയും. ശരി, നമുക്ക് തിയേറ്ററിൽ വെച്ച് നോക്കാം. ഓക്കെ, കാണാം. നമുക്കിന്ന് വിചാരിച്ചതിലും കുറച്ച് കൂടുതൽ സമയം കിട്ടി. ആക്ച്വലി ഒരു 2-3 ദിവസം ഓഫ് ആയിരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇപ്പോൾ ബുർജുമാനെന്ന് തന്നെ ഫുഡ് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സദ്യ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ബുർജുമാനിൽ എവിടെയാണ് സദ്യ കഴിക്കുന്ന സ്ഥലമാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കരാമയിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ മെട്രോ കാർഡ് റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ശരിക്കും 4 മണി ആയിട്ടുള്ളൂ. നമുക്കിനി ഒരു 1 hour കൂടി ടൈമുണ്ട്. 5 മണിക്കാണ് മൂവി. ബിക്കോസ് നമ്മൾ പ്രിഫേർഡ് സീറ്റ് കിട്ടാനായിട്ട് 5 മണിക്കത്തെ ഷോ ബുക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് അവിടെ ഓരോ ഷോപ്സിലൊക്കെ കയറി നോക്കുമായിരുന്നു. ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ പുതിയൊരു ഫ്രാഗ്രൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി സ്മെല്ലാണ്. ഒരു റെഡ് റോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. ഒരെണ്ണം മതിയോ?
കരയോ? നീ കരയോ? ആ കറി കരയോ? മുന്നേ തന്നെ അവള് പെർമിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് കരയൊന്നല്ലേ? ഓക്കെ. നീയോ? ഞാൻ കരയില്ല. ഉറപ്പാണ്. നോക്കാം. തുടങ്ങിയോ? ഒരു രക്ഷയില്ലാത്ത തലവേദനയായി പോയി. ഇവൻ കാരണം ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ കുറെ എടുത്തു. ഒരാളവിടെ വീഡിയോ പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് നിന്ന സമയത്ത് ഞാനവിടെ തലവേദന കൊണ്ട് പൊളയുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ടാക്സി എടുത്ത് നേരെ റൂമിലേക്ക് പോന്നു. പിന്നെ ഇവള് പറഞ്ഞു എന്നാ പിന്നെ ആ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. നല്ല സിനിമയായിരുന്നു. നമുക്ക് സാധാരണ ഒരു നല്ല സിനിമ. ഇത് നമുക്കിപ്പം ഒരു മിഡിൽ ക്ലാസ് ബോയ്സിനൊക്കെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയുണ്ടായിരുന്നു. സാധാരണ നല്ല സിനിമ, നല്ല സിനിമയായിരുന്നു. ഇപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. ഓ ഓക്കെ. നല്ല കരച്ചിലായിരുന്നു, ഞാൻ കണ്ടു. ചുമ്മാ തള്ളു. ആദ്യമായിട്ടാണ് എന്നെക്കാളും നീ കരയുന്ന ഞാൻ കാണും. ഓ ശരി ശരി ആയിക്കോട്ടെ. നല്ലൊരു ഫീൽ ഗുഡ് ഒരു വൈബിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പടം അല്ലേ? വേറെന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് വരുന്നു. ആസ് ഓഫ് നൗ എല്ലാം ഓക്കെയാണ്. നമ്മൾ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? 3 ദിവസം അല്ലേ? അതെ. ഇപ്പം 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് കേട്ടു, സീസ് ഫയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ന്യൂസ് കേട്ടു. അതൊരു പോസിറ്റീവ് സൈനാണ്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ബൈ. നമ്മൾ അടിപൊളിയായിരിക്കുന്നു. നന്നായി. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഒരു കുഞ്ഞി വീഡിയോ, ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. വെറുതെ ഒരു രസം ഇടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അപ്പം ശരി, ബൈ. കട്ട് ചെയ്തോ.